പ്രിയമുള്ളവരെ നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ സഹോദരിമാർ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവർ പല വിധത്തിലുമുള്ള ചികിത്സകൾ നടത്തുന്നുണ്ട്. ഏതറ്റം വരെയും അവർ പോകാൻ തയ്യാറാണ്, കൃത്രിമമായി സൗന്ദര്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി. അതുപോലെ തന്നെ വ്യാപകമായി അവർ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നു. ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള കെമിക്കലുകൾ അത് പലപ്പോഴും ജീവന് തന്നെ ആപത്താണ് എന്ന വാർത്തകളും പഠനങ്ങളും ഒക്കെ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും ഇവരെ ബാധിച്ചിട്ടില്ല എന്ന രീതിയിൽ ഇവർ ഇത്തരത്തിലുള്ള സൗന്ദര്യവർദ്ധക ചികിത്സകൾക്ക് പുറകെ അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് പുറകെ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നിങ്ങൾ ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിലൊരു വിഷയം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരു യുവതി, നീതു എന്നാണ് യുവതിയുടെ പേര്. അവർക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു സൗന്ദര്യവർദ്ധക ചികിത്സയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള അവരുടെ ഒരു അവസ്ഥ നേരത്തെ വാർത്തയായതാണ്. അതായത് അടിവയറ്റിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പ് നീക്കം ചെയ്യുന്നതിന് വേണ്ടി അവരൊരു കോസ്മെറ്റിക് സർജറി ചെയ്തു. ഒരു കോസ്മെറ്റിക് ക്ലിനിക്കിൽ അവർ ചികിത്സയ്ക്ക് വിധേയയായി. ഇത്തരത്തിലുള്ള ചികിത്സയ്ക്ക് വിധേയമായതിന്റെ ഭാഗമായി അവരിപ്പോൾ ജീവൻ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അണുബാധയെ തുടർന്ന് സുന്ദരിയായിട്ടുള്ള ഈ ഒരു യുവതിക്ക് അവരുടെ 9 വിരൽ മുറിച്ചു മാറ്റേണ്ട ഒരവസ്ഥയുണ്ടായിരിക്കുന്നു. സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൃത്രിമമായിട്ടുള്ള സൗന്ദര്യത്തിന് പുറകെ പോയതാണ്. ഈ സൗന്ദര്യത്തിന് പുറകെ പോയതിന്റെ ഭാഗമായി അവർക്ക് അവരുടെ ജീവൻ തന്നെ അപകടത്തിലായിരിക്കുന്നു. തിരുവനന്തപുരത്ത് അവരിപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാലിലെയും കയ്യിലെയും ഒക്കെ 9ഓളം വിരലുകൾ, മൊത്തം 9ഓളം വിരലുകൾ ഇപ്പോൾ മുറിച്ചു മാറ്റിയിരിക്കുന്നു. കഴക്കൂട്ടത്തെ ഒരു കോസ്മെറ്റിക് ക്ലിനിക്കിലാണ് ഇവർ ചികിത്സക്ക് വിധേയമായത്. അവർക്ക് ഈ ചികിത്സയെക്കുറിച്ച് ഒരു വിവരവുമില്ല. അവർ പറഞ്ഞതൊക്കെ ഇവർ ചെയ്തു, സർജറിക്ക് വിധേയയായി. എന്തായാലും ഒരുപാട് കാലം ഇവർ വളരെയധികം വേദനയോടുകൂടി വീട്ടിൽ തന്നെ കിടന്നു. അവസാനം കൈവിട്ടുപോയി. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയപ്പോഴേക്ക് കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി. തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ജീവനക്കാരിയാണ്. ഒരു അമേരിക്കൻ കമ്പനിയിൽ ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇവർ ഇത്തരത്തിലൊരു ചികിത്സക്ക് വിധേയയായത്. ഏതായാലും അവർക്ക് സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അവരുടെ അവസ്ഥ ദയനീയമാണ്. അവരുടെ കുടുംബം ഇപ്പോൾ പല സ്ഥലങ്ങളിലും പരാതി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല തിരിച്ച് ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാർ, ഇക്കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഈ കാര്യം പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. നമ്മുടെ മക്കളൊക്കെ, നമ്മുടെ സഹോദരിമാരൊക്കെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ പുറകെ പോകുന്ന ഒരു കാലമാണ്. അവർ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ മുഖത്ത് പല ക്രീമുകൾ ഉപയോഗിക്കുന്നു. എവിടെ നോക്കിയാലും അത്തരത്തിലുള്ള ക്രീമുകളുടെയും പെർഫ്യൂമിന്റെയും ലിപ്സ്റ്റിക്കിന്റെയും ഒക്കെ അത്തരത്തിലുള്ള വർദ്ധിച്ചു വരുന്ന ഒരു ഉപയോഗം നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇത്തരത്തിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ പുറകെ പോയതിന്റെ ഭാഗമായി അതിൽ അടങ്ങിയിട്ടുള്ള കെമിക്കലുകൾ അത് മനുഷ്യനെ എങ്ങനെ ബാധിക്കും, ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്നതിനെ കുറിച്ചുള്ള പഠനങ്ങളും വാർത്തകളും നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് വിദ്യാസമ്പന്നയായിട്ടുള്ള ഒരു യുവതിയാണ് നീതു എന്ന് പറയുന്ന യുവതി. അങ്ങനെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളല്ല, വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ചികിത്സയ്ക്ക് പുറകെ പോകുന്നത്. എന്തായാലും ഇത് വലിയ അപകടം വരുത്തി വെക്കും. അത്ര ഭീകരമാണ് ആ യുവതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അവിടെ കൈകാലുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ, ആ വിരലുകളുടെ അവസ്ഥ ഒന്ന് ശ്രദ്ധിച്ചാൽ, അണുബാധയെക്കുറിച്ച്, അണുബാധ സംഭവിച്ചിട്ടുള്ള ആ ഭാഗങ്ങൾ ഒന്ന് കണ്ടാൽ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോകും. അവരുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ ഭർത്താവും മറ്റ് ഉറ്റവരുമൊക്കെ കണ്ണീരോടുകൂടി അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാർ, ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.